കാർത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് കാർത്തിക്ക് ഇപ്പോഴും നമ്മൾ സർപ്രൈസ് കൊടുക്കാം. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉള്ളൂ. കാർത്തിയുടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പക്ഷെ കാർത്തിയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാർത്തിക്ക്. പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. കാർത്തി മാർഷൽ ആർട്സിന് പോയേക്കാണ്. അപ്പോഴത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, ഏത് ഡോർ വഴിയാണ് വരുന്നതെന്ന് അറിയാം. ഇതുവഴിയാണോ എന്തോ നമ്മളിങ്ങനെ ഇവിടെ കൂടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാർത്തിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാർത്തിക് കുറച്ച് ദിവസം കൊണ്ടേ ഇങ്ങനെ ചോദിക്കുവാണ് എന്താണ് ഗിഫ്റ്റ്. ഇവിടെ പരതി നടക്കുകയാണ് എന്താണെന്ന് അറിയാൻ വയ്യാതെ. കാർത്തിക് ഒരു സർപ്രൈസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലിയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നാണ് അല്ലി പറയുന്നത്. ഇതാണ് ഇതാണ് കാർത്തിയുടെ ഗിഫ്റ്റ്. കാർത്തിയുടെ ഗിഫ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കാം. പക്ഷെ കാർത്തിക് മനസ്സിലാകുന്ന വിഷമമാണ് കേട്ടോ. ഞാനേ ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കാണാമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടെ ഞാൻ വേറൊരു സാധനം പെയിന്റ് അടിച്ച് വെച്ചേക്കോ. അപ്പോൾ അവളിവിടെ കയറി വരത്തില്ല. അവർ വന്ന് പക്ഷെ ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സർപ്രൈസ് ആയിരുന്നോ? ഇതടുത്ത് കേക്ക് കാർത്തിക് പറഞ്ഞായിരുന്നു. കാർത്തിയുടെ കേക്ക് ചിലപ്പോഴേ മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് കാർത്തിക് കേക്ക് മേടിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ലായിരുന്നു അല്ലേ കാർത്തിക്? എന്നിട്ട് വാഴവാട്ടി കാർത്തിക് കേക്ക് മേടിക്കാതെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് കുഞ്ഞെ വിളിച്ചായിരുന്നു. ഇപ്പൊ 7:42 കാർത്തി ജനിച്ചത് 7:55 അപ്പൊ 7:42 ആയി. 55 ആകുമ്പോ അപ്പോഴത്തേക്കും കാർത്തി ഡ്രസ് വാങ്ങിട്ട് വരും. ആരോ പറയുന്നവനെ ബർത്ത്ഡേക്ക് കേക്ക് കുറിച്ചാണ്. അവിടെ കാണാൻ കണ്ടുകൂടെ? അതൊക്കെ മതി. Happy birthday to you. Happy birthday to you. Happy birthday dear Karthik. Happy birthday to you. എന്തോച്ചാ? ആയി വിളിച്ചായിരുന്നു. അപ്പൊ വീണ് പെടുത്തോ? അപ്പൊ വങ്ക അവൻ തിന്നോളാന്ന്. എന്തോപ്പാ ഇനി കേക്ക് തിന്നിട്ട് ഇനി വിശദമായിട്ടൊന്നും തിന്നെ. നമുക്ക് ചേട്ടായിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലി കൊടുത്തോട്ടെ എന്നാണ് ചോദിച്ചത്. എനിക്ക് അത്ത കൈ കൊടുത്തോട്ടെ കൊടുത്തോ. എനിക്ക് നീ എടുക്കണോ? എടുത്തോണ്ട് വരും. അവനക്ക് ടിഷ്യൂ കൂട്. സ്ഥലമില്ലേ ഇവിടെ അവിടെ ഇവിടെ ഓടുന്നു. മേടിച്ചോ?
എന്തിനാണ് ഗിഫ്റ്റ് പറയാമോ? നീ പറഞ്ഞതല്ല. നീ പറ, ഇത് കണ്ടു പിടിച്ചു നോക്കിയിട്ട് നിനക്ക് അറിഞ്ഞൂടെ എന്തിനായിരിക്കും എന്നുള്ളത് ഊഹം. എന്തായാലും ക്രിക്കറ്റ് മാച്ചല്ല. ഇത്ര നീളാൻ കുറവെന്തരി. എന്തിനാണ് ഗസ് ചെയ്യ? കഴിഞ്ഞതിന് നീ ഗസ് ചെയ്തല്ലോ. അല്ല നീ പറഞ്ഞോ. പറയുന്ന നമുക്കിതൊക്കെ മാറ്റാം. എന്നാലും ക്രിക്കറ്റ് വിട്ടൊരു കളിയില്ല. ക്രിക്കറ്റിന്റെ വിട്ടൊരു കളിയില്ല. സ്റ്റംപ് അല്ലെങ്കിൽ ഒന്ന് ബാറ്റ് അല്ലെങ്കിൽ സ്റ്റംപ്. ഇങ്ങനത്തെ എന്താണ് കാർത്തിക ഐഡിയ ഇല്ല. എല്ലാവർക്കും ഉണ്ട് കിട്ടി. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും മനസ്സിലായി? നിനക്ക് അറിയാമായിരുന്നു അതിന് മുന്നേ? പിന്നെ എങ്ങനെ മനസ്സിലായി? ഇത് കണ്ടപ്പോ മനസ്സിലായി? ഞാനൊരു മുന്നേ എടുത്ത് ചാർജ് ഒക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് ഒരുപാട് വെള്ളം ചാർജ് ചെയ്യണം. ഇത് ചെയ്യണം. എന്താണ് ഇൻസ്റ്റാൾ ചെയ്യണം എന്തൊക്കെ സംഭവങ്ങളൊക്കെ. സന്തോഷായ? എന്താച്ചാ? ഓ ബാറ്റാണ്. അത് ടിവിയില് കണക്ട് ചെയ്തിട്ട് ക്രിക്കറ്റ് കളിക്കാം. കാണിച്ചു തരാം. അതിന് ആപ്പ് എന്തൊക്കെ സംഭവം ഉണ്ട്. അത് സെറ്റാക്കിട്ട് കാണാം. Take the batting stance as indicated. Bowler charging in as the batsman graces for it back. Thanks for watching.